ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണ മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇത് കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടി കാണിക്കുകയാണ് ഈ വിഭവം. നമുക്ക് അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു 4-5 മാങ്ങ നമ്മൾ തൊലിച്ച് അരിഞ്ഞ് നമ്മൾ അണ്ടിയടക്കം നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാൻ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ നമ്മൾ. പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, ഇനി നമുക്കിതെല്ലാം കൂടെ ഇളക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഇളക്കിയത് നന്നായിട്ട് ഈ മാങ്ങയൊന്ന് വേവട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക്, എരിവുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് അരിഞ്ഞിടാം. എന്തായാലും നന്നായിട്ട് തിളക്കിണ്ട്. നമുക്ക് എരിവ് വേണമെങ്കിൽ ഒരു 6-7 പച്ചമുളക് ഇടാം, അല്ലെങ്കിൽ നമുക്കൊരു 4 പച്ചമുളകൊക്കെ ഇട്ടാൽ മതി. നമുക്ക് എരിവ് വേണ്ടിയുണ്ട് നമ്മളൊരു 7 പച്ചമുളക് നടുവേ കീറി ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇളക്കി പച്ചമുളകും ഈ മാങ്ങയൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തൈര് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ട് നാളികേരം അരച്ച് ചേർക്കാം. നമുക്ക് ഒരു 2 നാളികേരം ചിരകി മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ ഒരു 4-3 പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരയ്ക്കാം. അരച്ചിട്ട് നമുക്ക് ആ അടുപ്പത്ത് വെച്ച ഇതിൽ മാമ്പഴത്തിൽ നമുക്ക് ചേർത്ത് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് തൈര് നമുക്ക് അടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ച് ഇളക്കാം. നമുക്ക് എന്നിട്ട് നന്നായിട്ട് കടുക് വറുത്ത് നമുക്ക് ഒരു നല്ലൊരു മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കാം. നാളികേരം അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മൾ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഏകദേശം 2 നാളികേരമാണ് നമ്മൾ എടുത്ത് ചിരകി അരച്ചത്. എന്തായാലും എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്തായാലും നമ്മളൊരു കയ്യിൽ ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ്, ഈ മൊബൈൽ പിടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇളക്കി യോജിപ്പിക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഞാനത് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് മോര്, ഞാൻ 1/2 ലിറ്റർ മോരാണ് ഒഴിക്കുന്നത്. നമുക്ക് ഒഴിക്കാം. പുളിയുള്ള മോര് വേണം ഒഴിക്കാൻ. നമ്മൾ അത് ഒഴിച്ചിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ആദ്യം നമുക്കതൊന്ന് തിളയ്ക്കണ്ട. കാരണം തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മോര് ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. വാങ്ങിയിട്ട് നമുക്ക് കടുക് ഒക്കെ വറുത്തിടാം. എന്തായാലും ഉപ്പോ അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ പോരാന്നുണ്ടെങ്കിൽ ലേശം ഈ സമയത്ത് നമുക്കിടാം. വീണ്ടും കടുക് വറുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുകിടാം. നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ടുണ്ട്. കടുക് ഇനി നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് നമ്മുടെ കൊല്ലമുളക് ഇടാം. അതുപോലെ തന്നെ കരിവേപ്പില ഇടാം. പിന്നെ ഇത്തിരി നമ്മുടെ ഉലുവയും നമുക്കിടാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് ഉലുവ നമുക്കിടാം, ആവശ്യത്തിന് കുറച്ച്. ഇനി നമുക്ക് കരിവേപ്പില അതുപോലെ നമ്മുടെ കൊല്ലമുളകൊക്കെ ഇടാൻ. കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് എടുത്ത് വയ്ക്കാം. കറിയിലേക്ക് നമ്മൾ കടുക് വറുത്തത് നമ്മൾ എടുത്ത് ഇടുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ഇളക്കി യോജിപ്പിക്കാം. നല്ല കൊഴുത്ത ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. നല്ല ടേസ്റ്റുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറുണ്ണാം. എന്തായാലും ഇനി ശ്രീരാഗം രുചിക്കൂട്ട്
യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇങ്ങനെയുള്ള നല്ല വിഭവങ്ങളുമായി ഈ യൂട്യൂബ് ചാനലിൽ എത്താം. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.